വണ്ടിയുടെ കല്ല എന്റെ വെള്ളം കെട്ടി പോയി. Jack it up. ഇരുപത്തഞ്ചിലധികം പോയിന്റിൽ സ്വീകരണം കഴിഞ്ഞ് ആളുകൾ സ്വമേധയാ പോയിന്റുകൾ തീരുമാനിച്ച് എല്ലാവരും രംഗത്തിറങ്ങി കുടുംബം കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവരെ കണ്ടിട്ട് കാണാത്ത പോലെ പോകാൻ പറ്റുമോ? കാണാത്ത പോലെ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെ ഓരോരുത്തരെയും കണ്ട് വരുന്ന എല്ലായിടത്തും അൽപ്പാർക്കുന്ന സമയം വൈകുക. എനിക്ക് ഒരു കാര്യം തീർച്ചയാണ്, ഈ നട്ടുച്ച വെയിലത്ത് 12:30 എത്തണമെന്ന് വന്നിട്ട് 3 മണിക്ക് ശേഷം എത്തുമ്പോഴും ഇതുപോലെ ആളുകൾ കടിച്ചുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചു. നിങ്ങളുടെ ഈ പിന്തുണ കണ്ടിട്ട് ഇന്നത്തെ കാര്യം കേൾക്കണം. ഇന്നലെ രാവിലെ 7:30 മണിക്ക് ഞാൻ കണ്ണവത്ത്, കൂത്തുപറമ്പിലെ കണ്ണവത്ത് പിന്നെ കോളനിയിൽ പോയി തുടങ്ങിയതാണ്. ഇന്നലെ രാത്രി 8 മണിക്കായിരുന്നു ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരുന്നത്. ഉച്ചയ്ക്ക് 9:30 മണിക്കായിരുന്നു ഉച്ചയുടെ മുമ്പേയുള്ള പോയിന്റ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് ചോറ് കമ്മിറ്റിക്കാരെ തന്നത് രാത്രി
12:15 ഉച്ചത്തെ ചോറ്. രാത്രിയത്തെ ചോറ് നമ്മൾ പുലർച്ചെ 4 മണിക്ക്. അപ്പോഴാ പരിപാടി കഴിയും. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഒരുപാട് പോയിന്റുകൾ വരുമ്പോൾ അവിടെയൊക്കെ നിർത്തേണ്ടി വരിക. അവരൊക്കെ വടകരക്കാരുടെ സ്നേഹം എന്താണെന്ന് അറിയുക, അത് മനസ്സിലാക്കുക. 4 മണിക്കൊക്കെ പുലർച്ചെ നടക്കുന്ന പരിപാടിയിലെ ആള് കണ്ടിട്ട് പാർട്ടി സ്ഥാനാർത്ഥികൾ പറയാണ് 20 പാർലമെന്റിൽ ഇങ്ങനെ എവിടെയെങ്കിലും നടക്കുമെങ്കിൽ അത് വടകരയിൽ മാത്രം. അങ്ങനെ വെക്കാനില്ലാത്ത സ്നേഹമാണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്കുകൊണ്ടൊരു നന്ദി പറഞ്ഞാൽ മതിയാവാതെ വരും. ഒരു കാര്യം ഞാൻ തീർത്തു പറയുന്നു, നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് എന്നെ കൊണ്ടാവും വിധം ഈ നാടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും സ്വീകരണത്തിനും ഞാൻ നന്ദി പറയുന്നില്ല. എനിക്ക് നന്ദി ഇല്ലാത്തത് കൊണ്ടല്ല, എന്റെ നന്ദി പ്രവർത്തികളിലൂടെ കാണിക്കുമെന്ന് നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു. ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ കുറച്ച് ദിവസം നിങ്ങൾക്ക് വിവാഹം ചെയ്യുന്നു. നിങ്ങളുടെ ബന്ധത്തിലും പരിചയത്തിലുമുള്ള എല്ലാവരെയും നിങ്ങളൊന്ന് ഫോണിൽ വിളിക്കണം. നിങ്ങൾക്ക് നേരിൽ കാണാൻ പറ്റുന്നവരെ അമ്മ നേരിൽ കണ്ടു പറയണം. അമ്മ പറയാൻ പറ്റുന്ന അയൽവാസികളോടൊക്കെ പറയണം, ഇത്തവണത്തെ വോട്ട് നമ്മുടെ ചെക്കനെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറയണം കേട്ടോ. അത് നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എനിക്കൊരു വോട്ട് ചെയ്തതിന്റെ പേരിലോ ഒരു വോട്ട് മേടിച്ചു തരുന്നതിന്റെ പേരിലോ ഒരാളുടെ മുന്നിലും നിങ്ങൾ തലകുലിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വർഗീയത ചൊല്ലിക്കൊടുക്കാനല്ല, ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തീവ്രവാദം പഠിപ്പിക്കാനല്ല, ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ കൈകളിലേക്ക് ബോംബും വാളും കത്തിയും കൊടുക്കാനല്ല. അതിന് പകരം തെല്ലും പുസ്തകവും ബോർഡും ബാറ്റും തൊഴിലും ലാഭം കൊടുക്കാൻ സമാധാനത്തോടെ നാട്ടിലെ ചെറുപ്പക്കാരും അമ്മമാരും ജീവിക്കുന്ന ഒരവസരം ഉണ്ടാക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് ശ്രമിക്കാം. ഇത്ര വൈകിയതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരുടെയും അകവഴിയുടെ സഹായം ഉണ്ടാവാം. മണിക്കൂറുകൾക്കകത്തുള്ള ബാക്കി പറയാൻ പറ്റുന്നവരൊക്കെ പറയണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വടകര സ്പെഷ്യൽ സ്നേഹത്തിന് വാക്ക് പറയാൻ എന്റെ നന്ദി അത് വാക്കി ഒതുങ്ങാതെ പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, എന്റെ പ്രവർത്തനങ്ങളിലൂടെ ഞാനത് കാണിക്കും. തെരഞ്ഞെടുപ്പിന് മാത്രം തെരഞ്ഞെടുക്കുന്ന ഒരാളായിരിക്കില്ല. കൂടെ ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഉണ്ടാവും. ഈ നാടിന് വേണ്ടത് ചോദിക്കും, ഈ നാടിന് വേണ്ടത് പറയും. പാർലമെന്റിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെടുന്നെങ്കിൽ അവിടെ ചെന്ന് വാ തുറക്കേണ്ടടുത്ത് തുറക്കുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് നൽകിക്കൊണ്ട് എത്താൻ വൈകിയതുകൊണ്ട് ഞാൻ വേഗം പോകണം. അവറ്റോ വെളിപ്പെടുത്തി എത്തിയോ? മനുഷ്യന്മാർ വരാനില്ല. എന്റെ ഫോട്ടോ കഴിഞ്ഞില്ല.